ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു മാങ്ങന്റെ പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ പോണേ. മാങ്ങാ പച്ചടി. അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. മാങ്ങന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടോ. ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്ക. മാങ്ങൊക്കെ കഷ്ണങ്ങളാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. നമുക്ക് മാങ്ങൊക്കെ നമ്മൾ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ മാങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് അരപ്പ് ഒഴിച്ചെടുക്കട്ടോ. കടുക് നല്ലോണം അരച്ചിട്ടില്ല, ഒന്ന് ചതക്കി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. നല്ലോണം അരഞ്ഞു പോയാൽ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പൊ നല്ലോണം അരക്കരുത്, ഒന്ന് ചതക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മള് പച്ചമുളക്, ഒരു കുറച്ച് ജീരകം, നല്ല ജീരകം, കടുകും ചേർത്തിട്ടാണ് ഇപ്പൊ അത് അടിച്ചെടുത്തത് കേട്ടോ. അപ്പൊ അതൊന്ന് നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്ക് തൈര് ഒഴിച്ചാൽ തിളയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മുമ്പേ തേങ്ങ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ട് കേട്ടോ. അപ്പൊ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ്. തൈര് ഒഴിക്കാണ്ടല്ലോ. അപ്പൊ അത് നമ്മളെ തേങ്ങ ഒക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ ലേശം കൂടെ നമ്മ ജാറ് കഴുകി ലേശ വെള്ളം ഒഴിച്ചെടുത്ത് ഒരു സ്പൂണും കൂടെ ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഉപ്പിന് കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാണ്. നമ്മളൊരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കിയിട്ട് ഒഴിക്കുക. കുറച്ച് ഒഴിച്ച് നമുക്ക് അതിന്റെ പുളി നോക്കിയിട്ട്, പുളിരസം നോക്കിയിട്ട് ബാക്കി ഒഴിച്ചെടുക്കാം. അപ്പൊ അത് മുഴുവനും ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പുണ്ടോ നോക്കാം. ഒരു നല്ലോണം തിളക്കുന്നതിന്റെ മുന്നേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നല്ലോണം തിളച്ച നമ്മളെ തൈര് പിരിഞ്ഞു പോകും. ഒന്ന് ചൂടായി വരാൻ പാടുള്ള. നമുക്കൊരു വറവിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരട്ടെ. അതിലോട്ട് കടുകിട്ട് കടുകൊന്ന് പൊരിഞ്ഞു വരട്ടെ. നമുക്ക് ഉണക്കമുളക് ഒരു 3 മുറിച്ചിട്ട് കുറച്ച് കരിവേപ്പില ഇട്ടെടുത്ത് നമുക്ക് നമ്മളെ വറവ് ഇടാൻ റെഡിയായി കേട്ടോ. ഇനി നമുക്കത് മാങ്ങാ പച്ചടിയിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. പച്ചടി ഇവിടെ റെഡിയായി നല്ല
അപ്പം നമ്മളെ കറി ഇവിടെ വറവിട്ട് കഴിഞ്ഞ് നല്ല ടേസ്റ്റി ആയൊരു പച്ചടിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം പച്ചടി ഇവിടെ ഇഷ്ടമായെങ്കിൽ, എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്